ഹൊക്മ ജീവൻ നൽകും വചനം. ഹൊക്മ ഹൊക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഠനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ ദൈവമായ കർത്താവ് എപ്രകാരം ഇസ്രായേലിനെ നയിച്ചതിനെ കുറിച്ചുള്ള ചിന്തകളാണ് കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സും ഹൃദയവും ആത്മാവുമെല്ലാം ഇസ്രായേലിനെ പരിപാലിച്ച അതേ ദൈവമാണ് ഇന്നും നമ്മോടൊപ്പം വസിക്കുന്നത് എന്നുള്ള ആഴമായ ബോധ്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹായുടെ കൃപ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നമുക്ക് അപേക്ഷിക്കാം. ആ കൃപയുടെ മുമ്പിലാണ് നമ്മൾ വചനം കേൾക്കുന്നത്. ആത്മാവ് ജ്വലിപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവവചനത്തെ കേൾക്കാനും ദൈവവചനത്തെ ധ്യാനിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അതിനു വേണ്ടിയിട്ട് ആത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സംഖ്യയുടെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായങ്ങളാണ്. നമുക്കറിയാം, സംഖ്യയുടെ പുസ്തകം നമ്മൾ വന്ന് നിൽക്കുന്നത് ഷിത്തീം എന്ന് പറയുന്ന ദേശത്താണ്. പ്രധാനമായിട്ടുള്ള ദേശങ്ങളാണ് ഗോഷൻ, ഷൂർ എന്ന് പറയുന്ന മരുഭൂമി, അതുപോലെ തന്നെ മാറ, മെരീബ, എലീം, റഫദീം, സീനായ്, കാദഷ്, ഏദോം, മൊവാബ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഷിത്തീം എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇത് ഏകദേശം ഒരു സമാപന ഭാഗമെന്ന രീതിയിൽ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത്. ഷിത്തീം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുന്നു. അതിനു മുമ്പ് ഒരു പുതിയ സമൂഹത്തെ മോശ രൂപപ്പെടുത്തിയെടുക്കുന്നു. ആ പുതിയ ജനസമൂഹത്തിൻ്റെ ജനസംഖ്യയെക്കുറിച്ചാണ് 26-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. ആ പുതിയ സമൂഹത്തിന് ദൈവിക നിയമങ്ങൾ നൽകുന്നു, തിരുനാളുകൾ നൽകുന്നു, ഉത്സവങ്ങൾ നൽകുന്നു, ആഘോഷങ്ങൾ നൽകുന്നു. അതിൻ്റെ നിയമങ്ങളൊക്കെ പുതിയ ജനത്തെ പഠിപ്പിക്കുന്നു. ഈ നിയമങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, ഇന്നോളം നടത്തിയ വഴികളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗമാണ് 33-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. 32-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു വിഭാഗം ആളുകൾക്ക് ദൈവമായ കർത്താവ് മോശ വഴി ദേശം നൽകി അനുഗ്രഹിക്കുന്നു. ഇനി നമ്മൾ കാണുന്നത് ചില നിയമസംഹിതകളെ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലേവ്യർക്കുള്ള ചില നഗരങ്ങളുണ്ട്, അതുപോലെ തന്നെ അഭയ നഗരങ്ങൾ എന്ന് പറയപ്പെടുന്ന നഗരങ്ങളുണ്ട്. ലേവ്യരുടെ പട്ടണങ്ങളെ വേർതിരിച്ച് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പുരോഹിതന്റെയും ലേവ്യരുടെയും അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ച 18-19 അധ്യായങ്ങളിൽ പുരോഹിതനും ലേവ്യനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. പുരോഹിതർക്ക് ചില അവകാശങ്ങൾ കൂടുതലുണ്ട്. ദേവാലയത്തിന് തിരശ്ശീലയ്ക്ക് ഉള്ളിലുള്ള അവകാശമാണ് പുരോഹിതൻ്റേത്. എന്നാൽ ലേവ്യർക്കുള്ളത് തിരശ്ശീലയ്ക്ക് വെളിയിലുള്ള അവകാശമാണ്. അവർക്ക് ലഭ്യമാകുന്ന വിഹിതങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ ലേവ്യ വംശത്തെ ചില പട്ടണങ്ങളെ നിശ്ചയിക്കുകയാണ്. ജോഷുവയുടെ പുസ്തകത്തിന്റെ 21-ാമത്തെ അധ്യായത്തിലാണ് പ്രധാനമായിട്ടും ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളെ കുറിച്ച് വിവരിക്കുന്നത്. വളരെ സുദീർഘമായിട്ടാണ് ജോഷുവയുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഓരോ ലേവ്യ ഗോത്രത്തിനും ഓരോ ഗോത്രങ്ങൾ കൊടുക്കുമായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ നമുക്ക് ജോഷുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും പഠിക്കാം. അതിലൊരു കാര്യം മാത്രം ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. ലേവ്യ ഗോത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ അഹറോനെയും അഹ്റോന്റെ പുത്രന്മാർക്കും കൊടുത്തിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ജൂദയ ഗോത്രമാണ്. ആ ഗോത്രത്തിൽ സ്ഥലം കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജൂദാദേശത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രസ്ഥാനമായ ജെറുസലേം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അഹറോനും അഹറോന്റെ കൂട്ടരും. ഈ വലിയൊരു ദൈവശാസ്ത്രത്തെ അവതരിപ്പിക്കുകയാണ് അങ്ങനെയുള്ള ഡിവിഷനിലൂടെ കാണുന്നത്. ഇനി ലേവ്യരുടെ പട്ടണങ്ങളെപ്പോലെ തന്നെയാണ് സങ്കേത നഗരങ്ങൾ അല്ലെങ്കിൽ അഭയ നഗരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പട്ടണങ്ങളെക്കുറിച്ച് പറയുന്നത്. നിയമാവർത്തന പുസ്തകം 19-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും ഈ അഭയ നഗരങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിയമാവർത്തന പുസ്തകത്തിലാണ് ഇതിൻ്റെ നിയമങ്ങൾ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ നിയമം എന്ന് പറയുന്നത്? വളരെ ഹ്രസ്വമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അൺഇൻറ്റൻഷനലായിട്ട് ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അൺഇൻറ്റൻഷനലായിട്ട് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ
ആ വ്യക്തി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. കാരണം അത് നിയമമാണ്. അങ്ങനെയുള്ള വ്യക്തിയെ ഒരിക്കലും നമുക്ക് ശിക്ഷിക്കാൻ പാടില്ല. ഇനി ആരെങ്കിലും അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് അവിടെ പാർക്കുകയാണെങ്കിൽ ആ സ്ഥലം പ്രത്യേകമായിട്ട് വേർതിരിക്കപ്പെട്ട ആ സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പിന്നെ ആരും ശിക്ഷിക്കാൻ പാടില്ല. ഇതാണ് നിയമാവർത്തന പുസ്തകത്തിലെ നിയമം. അൺഇൻറ്റൻഷനലായിട്ട് ഏതെങ്കിലും വ്യക്തി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക നഗരത്തിലേക്ക് ഓടിയെത്തുന്നു. ആ ഓടിയെത്തുന്ന നഗരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇസ്രായേലിൻ്റെ ദേശവും ജോർദാൻ്റെ ദേശത്തും വളരെ ദൈർഘ്യമുള്ളതാകയാൽ രണ്ട് ദേശങ്ങളിലും ഓരോ സ്ഥലത്തും 3 വീതമുള്ള അഭയനഗരങ്ങൾ ഉണ്ടാകണമെന്നാണ് മോശ ഇസ്രായേൽക്കാരുടെ മുമ്പിൽ പറയുന്നത്. അതാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 19-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും കൊടുത്തിരിക്കുന്ന 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. അതിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ചാണ് 3 പ്രധാനപ്പെട്ട നഗരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് ഇപ്രകാരമാണ് പറയുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ അല്പം കൂടെ വിശദീകരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ മരം വെട്ടാൻ വേണ്ടിയിട്ട് കയറി. മരം വെട്ടുകാരന് മരം വെട്ടിക്കൊണ്ടിരിക്കുന്നു. താഴെ നിന്ന് ആ മരത്തിൻ്റെ ഓണർ പറയുന്നു, ഉടമസ്ഥൻ പറയുന്നു, എടാ നീ അങ്ങനെ വെട്ട ഇങ്ങനെ വെട്ടെന്നൊക്കെ അവനെ കൊണ്ട് അത് വെട്ടിപ്പിക്കുന്നു. ഈ ഉടമസ്ഥനും ഈ ജോലിക്കാരനും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ശത്രുതയില്ല, ഒന്നുമില്ല. പക്ഷേ എങ്ങനെയോ അബദ്ധവശാൽ ഈ വെട്ടുകാരൻ മരം വെട്ടി കഴിഞ്ഞപ്പോൾ ആ മരം ഈ മനുഷ്യനെ തലയെ പതിക്കുന്നു. അയാൾ മരിച്ചുപോയി. ഇദ്ദേഹത്തിൻ്റെ ആളുകൾ ഈ മരം വെട്ടുകാരനെ പിടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ ഈ മരം വെട്ടുകാരൻ ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് അഭയ നഗരം എന്ന് പറയുന്നത്. അതിന് പ്രകാരം ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട സ്ഥലത്തെ അഭയ നഗരങ്ങളായിട്ട്, പ്രത്യേകിച്ച് ജോർദാന്റെ ഭാഗത്തുള്ള അഭയ നഗരങ്ങളായിട്ട് മാറ്റിയിരിക്കുന്നത് റൂബൻ ഗോത്രക്കാർക്കായിട്ട് നൽകിയിരിക്കുന്നത് ബേസർ എന്ന് പറയുന്ന ദേശം. ഗാദ് ഗോത്രക്കാർക്കായിട്ട് ലഭിച്ചിരിക്കുന്നത് റാമോത്ത് എന്ന് പറയുന്ന ദേശം. മനാസയുടെ അർത്ഥഗോത്രത്തിൽ ലഭിച്ചിരിക്കുന്നത് ബാഷാനിലെ ഗോലാൻ എന്ന് പറയുന്ന ദേശം. അങ്ങനെ 3 ഗോത്രക്കാർക്ക് ഈ ജോർദാന്റെ ഇക്കരെ ഉള്ള ഭാഗത്ത് ലഭിച്ചിരിക്കുന്നത് 3 ദേശങ്ങൾ. അത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി അതിനെ അഭയനഗരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. എന്നാൽ ജോർദാന് ഇക്കരെയുള്ള ഭാഗം സിസ് ജോർദാൻ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ജോഷുവ ഇസ്രായേൽക്കാർക്കായിട്ട് വിഭജിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലത്തും അഭയനഗരങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ജോഷുവയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഗലീലായിലെ കാദഷ് എന്ന് പറയുന്ന ദേശം, എഫ്രായിംകാർക്ക് വേണ്ടിയിട്ട് ഷെക്കേം എന്ന് പറയുന്ന ദേശം, അതുപോലെ തന്നെ യൂദയാക്കാർക്ക് വേണ്ടി ഹെബ്രോൺ എന്ന് പറയുന്ന ദേശം. ഇങ്ങനെ 6 പ്രദേശങ്ങളെ ഇസ്രായേലിലെ അഭയ നഗരങ്ങളായിട്ട് ക്രമീകരിച്ചിട്ട് ഇസ്രായേൽ ജനതയ്ക്ക് ഒരു പ്രത്യേക സ്ഥലം ഒരുക്കി കൊടുക്കുകയാണ് പ്രധാനപ്പെട്ട ദൗത്യമായി മോശ നിർവഹിക്കുന്നത്. അങ്ങനെ മോശ ഇസ്രായേൽ ജനതയെ ഷിത്തിം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തിച്ച് അവിടെ വെച്ച് വീണ്ടും ഒരു പുതിയ നിയമത്തെ കൊടുക്കുന്ന രംഗമാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. തുടർന്ന് ഇങ്ങനെയാണ് മോശ നിയമാവർത്തനം 1:1 വായിക്കുന്നത് ഇങ്ങനെയാണ്: മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കുകളാണിവ. ജോർദാന്റെ അക്കരെ മരുഭൂമിയിൽ സുഫിന് എതിർവശത്ത് പാരാൻ, തോഫ, ലാബാൻ, ഹസേറോത്ത്, ദിസഹാബ് എന്നിവയ്ക്ക് മധ്യേ അറബായിൽ വെച്ചാണ് മോശ സംസാരിച്ചത്. ഹൊറേബിൽ നിന്നുള്ള സൈർ മല വഴി കാദഷ് ബർണ വരെ 11 ദിവസത്തെ യാത്രാ ദൂരമുണ്ട്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി കർത്താവ് മോശയ്ക്ക് നൽകിയ കൽപ്പനകളെല്ലാം 40-ാം വർഷം 11-ാം മാസം 1-ാം ദിവസം അവൻ അവരോട് സംസാരിച്ചു. ഇത് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിയമാവർത്തന പുസ്തകം ആരംഭിക്കുന്നത്. സംഖ്യയുടെ പുസ്തകത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് നിയമാവർത്തന പുസ്തകം. അത് ആരംഭിക്കുന്നത് ഈ പ്രദേശത്ത്, ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഷിത്തിം എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് മോശ ഇസ്രായേൽ ജനതകളോടായി ഒരു പുതിയ നിയമം വ്യാഖ്യാനിക്കുന്നു. ഷിത്തിമിൽ നിന്ന് ഇസ്രായേൽ ജനം നേരെ അടുത്ത ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം എടുത്തു നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഇപ്രകാരമാണ്: കർത്താവിൻ്റെ ദാസനായ മോശയുടെ മരണത്തിന് ശേഷം അവൻ്റെ സേവകനും നൂന്റെ പുത്രനുമായ ജോഷുവയോട് അരുളി ചെയ്തു, എൻ്റെ ദാസൻ മോശ മരിച്ചു. നീയും ജനവും മുഴുവനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന്
ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോർദാൻ നദി കടന്ന് ഇസ്രായേൽ ദേശത്തേക്ക് അവർ പ്രവേശിക്കുന്നത്. ഇതാണ് ഇസ്രായേൽ ജനതയുടെ യാത്രാ വിവരണം എന്ന് പറയുക. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് എങ്ങനെ വാഗ്ദാന ദേശത്തേക്ക് ഇസ്രായേൽ പ്രവേശിച്ചു, ഇതിനെ കുറിക്കുന്ന യാത്രാ വിവരണമാണ് ഈ ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. വീണ്ടും 1-ാമത്തെ അധ്യായത്തിൽ കണ്ടതിന് ശേഷം നമ്മൾ കാണുന്ന 1-2 ഭാഗങ്ങളൂടെ മനസ്സിലാക്കിയതിന് ശേഷം ആ യാത്രാവിവരണം ഒന്ന് പൂർത്തീകരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ യാത്ര തുടരുകയാണ്. ഷിത്തിമിൽ നിന്ന് തുടങ്ങി അടുത്തതിന് ശേഷം നിവാർത്തന പുസ്തകം മുഴുവൻ ആ ഭാഗത്തേക്ക് വന്നതിന് ശേഷം നേരെ ജോർദാൻ നദി കടക്കുന്നു. ജോർദാൻ നദി കടക്കുന്നതിന് മുമ്പ് ജോഷുവ എന്താണ് ചെയ്തത്? മോശ ചെയ്തതുപോലെ, പ്രത്യേകിച്ച് 13-ാമത്തെ അധ്യായം, സംഖ്യയുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ മോശ 2 ചാരന്മാരെ പറഞ്ഞു വിടുകയാണ്. അവർ പോയി നോക്കുമ്പോഴത്തേക്കിനും ഇസ്രായേലിലേക്ക് പോയി നോക്കുമ്പോൾ അനാക്കിമിൻ്റെ മക്കളെ കാണുന്നു. അതിനുശേഷം 2 പേരെ ജോഷുവ കാലേബിനെയും ജോഷുവയെയും ചേർത്ത് വിടുന്നു. ഉടനെ അവർ കാണുന്നത് മുന്തിരിക്കുലകൾ പിടിച്ചു നിൽക്കുന്ന ആളുകളെയാണ്. ഇതുപോലെ ജോഷുവയും ഇപ്രകാരം ചാരന്മാരെ പറഞ്ഞു വിടുന്ന രംഗമാണ് ജോഷുവയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുക. അതിനുശേഷം അവർ യാത്ര ചെയ്യുന്ന 3-ാമത്തെ അധ്യായത്തിൽ, ജോഷുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിലാണ് യാത്ര തുടരുന്നത്. ജോഷുവ ഇസ്രായേൽ ജനതയെ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, ഹിത് കദഷ്തയം, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. അത് കാരണം നാളെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമായ കർത്താവിൻ്റെ അത്ഭുതങ്ങളിലൂടെ അവരെ നടത്തി വാഗ്ദാന ദേശത്തേക്ക്, ജെറീക്കോ പട്ടണത്തിലേക്ക്, അല്ലെങ്കിൽ ജോർദാൻ നദി കടക്കുന്നതിനെക്കുറിച്ച് ജോഷുവ ഇസ്രായേൽ ജനതയ്ക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ് 3-ാമത്തെ അധ്യായത്തിൽ. 5-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഇസ്രായേൽ ജനം ഗിൽഗാലിലെത്തുകയാണ്. ഒരു പുതിയ തലമുറ കടന്നു വരുന്നു. ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് വരുന്നത് ഒരു പുതിയ തലമുറയായിട്ടാണ്. കാരണം ധാരാളം ആളുകൾ മരിച്ചു വീണ സംഭവത്തെക്കുറിച്ച് സംഖ്യയുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു. സർപ്പത്തിൻ്റെ ദംശനമേറ്റ ആളുകൾ ധാരാളം മരിച്ചു വീണു. പുതിയ തലമുറ കടന്നു വരുന്നു. അതുപോലെ തന്നെ ഈ ബാൽപെയോറിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ 25-ാമത്തെ അധ്യായത്തിൽ മോശ ഇസ്രായേൽക്കാരോട് പറയുകയാണ്, ബാൽപെയോറിനെ ആരാധിച്ച എല്ലാ ജനങ്ങളെയും വധിച്ചു കളയണം. അങ്ങനെ പുതിയൊരു തലമുറയെ കണ്ടുവരുന്നു. സംഖ്യയുടെ പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ ജനസംഖ്യാ കണക്കെടുക്കുന്ന സമയത്ത് പുതിയൊരു തലമുറയുടെ ജനസംഖ്യാ കണക്കെടുക്കുകയാണ്. അങ്ങനെ പുതിയ തലമുറയായിട്ട് കടന്നു വന്നവരെ അവർ പരിച്ഛേദനം സ്വീകരിച്ചിട്ടില്ല. പരിച്ഛേദനം കൊടുത്തുകൊണ്ട് അവരെ വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. എന്താണ് പരിച്ഛേദനത്തിൻ്റെ അർത്ഥമെന്നതൊക്കെ ഉൽപ്പത്തി പുസ്തകം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിലാണ് പരിച്ഛേദനത്തെക്കുറിച്ചുള്ള ആദ്യ പ്രതിപാദ്യങ്ങളൊക്കെ കാണുന്നത്. അബ്രാഹത്തോട് കർത്താവ് പറയുകയാണ്, അബ്രാം, ഇനി മുതൽ നിന്റെ പേര് അബ്രാം എന്നായിരിക്കില്ല, അബ്രാഹം എന്നായിരിക്കും. സാറായിയോട് പറയുകയാണ്, സാറായി എന്നല്ല, സാറ എന്നായിരിക്കും ഇനി നിന്റെ നാമം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അബ്രാമിനോട് പറയുന്നു, നിന്റെ ഗോത്രത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാരെയും നീ അഗ്രചർമ്മം നടത്തി കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തികളായിട്ട് മാറ്റണം. അതുവഴിയായി കർത്താവിനോടുള്ള ബന്ധത്തിൽ, ഉടമ്പടിയുടെ ബന്ധത്തിൽ ജീവിക്കുന്നവരാകണം. ഇപ്രകാരം ഉടമ്പടിയുടെ ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു പറ്റം ജനതയെ രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്രകാരമുള്ള പരിച്ഛേദനം നടക്കുക. ഈ പരിച്ഛേദനമാണ് ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ ജോഷുവ നടത്തുന്നത്. മോശയിലൂടെ കടന്നു വരുന്ന ജനം, പുതിയ തലമുറയായിട്ട് മാറുന്ന ജനം, കർത്താവിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ജനമാണ്. വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ജനം വിശ്വാസത്തിൽ ജീവിക്കണം, ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ബന്ധത്തിൽ ജീവിക്കണം. അപ്രകാരം ഒരു പുതിയ തലമുറയെ ദൈവമായ കർത്താവ് രൂപീകരിക്കുന്നതാണ് ഈ ഒരു അനുഭവത്തിലൂടെ കടക്കുക. ഇതിൻ്റെ ഒക്കെ സമാപനത്തിൽ ഇസ്രായേലിൻ്റെ വാഗ്ദാന ദേശത്തേക്കുള്ള എൻട്രിയുടെ സമാപനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് 5-ാമത്തെ ജോഷുവയുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതലുള്ള തിരുവചനങ്ങളിലാണ്. 2 കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം,
പെസഹ ആചരിക്കുന്നു. കാരണം വാഗ്ദാന ദേശത്തേക്കുള്ള പ്രവേശന കവാടമാണ് പെസഹ ആചരണത്തിലൂടെ കിട്ടുന്നത്. നമ്മൾ പെസഹ ആചരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സീനായ് മലയിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ കുഞ്ഞാടിൻ്റെ രക്തം. അല്പം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദാന ദേശത്തേക്കുള്ള പ്രവേശന കവാടമാണ് കുഞ്ഞാടിൻ്റെ രക്തം. അത് വീണ്ടും പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് മിശിഹായുടെ രക്തം. വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈശോയുടെ ശരീരം. ആ ശരീരത്തിലൂടെയുള്ള യാത്രയാണ് പെസഹ തിരുനാളിൻ്റെ അനുഭവത്തിലൂടെ 5-ാമത്തെ അധ്യായം 10-12 വാക്യങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഇതാണ്, സമാപനത്തിൽ പറയുകയാണ്, ഇതാ ഊരിയ വാളുമേന്തി ജോഷുവയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു മാലാഖയെ കാണുകയാണ് ജോഷുവ. അതോടുകൂടി പറയുകയാണ്, നീ ആരുടെ പക്ഷത്താണ്? നീ ശത്രുവിൻ്റെ പക്ഷത്താണോ ദൈവത്തിൻ്റെ പക്ഷത്താണോ? നീ ദൈവത്തിൻ്റെ പക്ഷത്താണ്. ജോഷുവയോട് പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിലെ ചെരുപ്പെടുത്ത് അഴിച്ചു മാറ്റുക. ജോഷുവയോട് പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, കാരണം അവൻ വിശുദ്ധ നാട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ജെറീക്കോ പട്ടണത്തിൻ്റെ അതിർത്തി നിൽക്കുന്ന ഈ മനുഷ്യൻ വിശുദ്ധ നാട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നതിലൂടെ വിശുദ്ധ നാട്ടിലേക്ക്, കർത്താവ് തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക്, കർത്താവ് പിതാക്കന്മാർക്കോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ നാട്ടിലേക്ക് ഇസ്രായേൽ ജനം ഇതാ പ്രവേശിച്ചു കഴിഞ്ഞു. ഇതാണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. വിവിധങ്ങളായിട്ടുള്ള സംഭവങ്ങളിലൂടെ കടന്നുപോയി, പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി, പാറയിൽ നിന്ന് ജലം കൊടുക്കുന്ന ദൈവത്തെ കണ്ടു. പാറ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജലം തരണമോ എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ ഇടത്തോടുകൂടി ധാർഷ്ട്യത്തോടുകൂടി നിൽക്കുന്ന ഒരു മോശയെ നമ്മൾ കണ്ടു. ആ മോശയ്ക്കും അഹ്റോനെയും കർത്താവ് ശിക്ഷിക്കുന്നു. മോശയുടെ മരണത്തെ അവതരിപ്പിക്കുന്നു നിയമാവർത്തന പുസ്തകം. അഹ്റോന്റെ മരണം പെട്ടെന്ന് അഹ്റോന്റെ മരണം സംഭവിക്കുന്നു, സൈർ മലയിൽ കൊണ്ടുവന്നാക്കി. ഇങ്ങനെ നിരവധിയായിട്ടുള്ള സംഘർഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു യാത്രയുടെ സമാപനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ യാത്രയിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മളും ഇതുപോലെ പുറപ്പാടിൻ്റെ യാത്രയിൽ ആദ്യത്തെ ഫേസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ ഫേസ് വീണ്ടും വരുന്നുണ്ട്. ഇനി എങ്ങനെയാണ് അടുത്ത രംഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ഈ ഒരു വലിയ ദൈവിക സത്യത്തെ, ദൈവിക ആവിഷ്കരണത്തെ, ദൈവിക വെളിപാടിനെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനിയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് നൽകുന്നത് ഉചിതമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇപ്രകാരമാണ്. ഇനിയുള്ള ഭാഗങ്ങൾ വരുന്നത് നിയമങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. അപ്പം നമ്മൾ കണ്ടു പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 15 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളുടെ ഭാഗം കണ്ടതിന് ശേഷമാണ് നമ്മൾ നേരെ സംഖ്യയുടെ പുസ്തകത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ 19 മുതലുള്ള അധ്യായങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തു. അതുപോലെ തന്നെ ലേവ്യരുടെ പുസ്തകം മുഴുവനും നമ്മൾ നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി നിയമങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് നിയമങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് എന്താണ് നിയമമെന്നും നിയമത്തിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്നും എങ്ങനെയാണ് നിയമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുമുള്ള ചിന്തകളാണ് ഇനി അടുത്ത എപ്പിസോഡുകളിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുവരെ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വചനഭാഗങ്ങളിലൂടെ യാത്ര ചെയ്ത് നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. ആമേൻ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.